بسم الله الرحمن الرحيم. السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الرحمن الرحيم. مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم. صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. آمين. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, സുഖം തന്നെയല്ലേ? എന്തൊക്കെ വീട്ടിലൊക്കെ വിശേഷങ്ങൾ? നമ്മൾ സൂറത്തു യാസീൻ്റെ രണ്ടാമത്തെ ഭാഗത്തിലേക്ക് കിടക്കുകയാണ്. അപ്പോൾ ഇന്നലെ നമ്മൾ പഠിച്ചത് എന്തൊക്കെയായിരുന്നു? യാസീൻ മക്കിയാണോ മദനിയാണോ എന്ന് പഠിച്ചു. യാസീൻ്റെ ആയത്തുകളുടെ എണ്ണം പഠിച്ചു. യാസീൻ സൂറത്തിൻ്റെ മഹത്വങ്ങളിൽ ഹദീസിൽ വന്ന ഒരുപാട് ഹദീസുകളിൽ ചില ഹദീസുകളും നമ്മൾ ഇന്നലെ പഠിച്ചു അല്ലേ? ഇന്നലെ നമ്മൾ ചില ടാസ്കുകൾ നിങ്ങൾക്ക് തന്നിട്ടുണ്ടായിരുന്നു. അതൊന്നും ബുദ്ധിമുട്ടായിട്ട് നിങ്ങൾക്ക് തോന്നരുതേ, വളരെ ചെറിയ പണികളാണ്. നമ്മൾ ഇന്നലെ പഠിച്ച ആ വാക്കുകളുടെ അർത്ഥങ്ങൾ എഴുതാൻ വേണ്ടിയിട്ട്. വാക്കുകൾ ഞാനൊന്ന് പറയാം. ഒന്ന് വറദ അല്ലേ, ഹവ്വന, ഖഫഫ, ഖസ്വത്ത്, ജാമ്, യുസ്ബിഹു, യുസ്ർ, യുംസി. ഇത്രയും വാക്കുകളുടെ അർത്ഥങ്ങൾ എഴുതാനാണ് നമ്മൾ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. നിങ്ങൾ അത് എഴുതിയിട്ടുണ്ടാകും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അതിന് പുറമെ 2 ഹദീസുകളും മനഃപ്പാടമാക്കാൻ നമ്മൾ പറഞ്ഞിരുന്നു അല്ലേ? ആ ഹദീസുകൾ മനഃപ്പാടമാക്കിയവരൊന്ന് കൈപ്പൊക്കൂ. നിങ്ങൾ കൈപ്പൊക്കിയിട്ട് കാര്യമില്ല, ഞാൻ കാണൂല. ഏതായാലും നിങ്ങൾ ഉസ്താദിന് പറഞ്ഞു കൊടുത്താൽ മതി ഇൻഷാ അല്ലാഹ്. അപ്പോൾ ഏതായാലും ഇനി നമ്മൾ സൂറത്തു യാസീനിൻ്റെ ആദ്യ ഭാഗത്തിലേക്ക് കടക്കുകയാണ്. യാസീൻ്റെ 1 മുതൽ 4 വരെയുള്ള ആയത്തുകളാണ് ഇന്ന് നമ്മൾ ക്ലാസ് എടുക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്. നിങ്ങൾ നല്ല ശ്രദ്ധയോടുകൂടി കിതാബ് തുറന്നു വെച്ചിട്ട് ആ ഒരു രീതിയിൽ തന്നെ നിങ്ങൾ ക്ലാസ്സിലേക്ക് ശ്രദ്ധിക്കണമെന്ന് ഞാൻ നിങ്ങളോട് ആദ്യം തന്നെ അപേക്ഷിക്കുകയാണ് ഇൻഷാ അല്ലാഹ്. നമുക്ക് സൂറത്തു യാസീനിലേക്ക് വരാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാസീൻ. ഇന്നലെ നമ്മൾ പറഞ്ഞു ഖുർആൻ്റെ ഒരുപാട് സ്ഥലങ്ങളിലെ ഒരുപാട് സൂറത്തുകളുടെ തുടക്കത്തിൽ ഇങ്ങനെയുള്ള കുറേ അക്ഷരങ്ങളാണ് തുടങ്ങുന്നത്. എന്തായിരിക്കും അതുകൊണ്ടുള്ള ഉദ്ദേശ്യങ്ങൾ അല്ലേ? മഹാന്മാരായ ഖുർആൻ തഫ്സീർ ചെയ്ത പണ്ഡിതന്മാർ ഒരുപാട് വ്യാഖ്യാനങ്ങൾ അതിന് കൊടുത്തിട്ടുണ്ട്. പക്ഷേ നമുക്ക് സൂക്ഷ്മതയോടുകൂടി പറയാൻ കഴിയുന്നത്, ഒരു വ്യാഖ്യാനവും നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല, പക്ഷേ നമുക്ക് സൂക്ഷ്മതയോടുകൂടി പറയാൻ കഴിയുന്നത് മഹാനായ നമ്മുടെ കിതാബിൻ്റെ മുസന്നിഫ് അവിടെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതായത് ഖുർആനിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതുമുണ്ട്, മനസ്സിലാക്കാൻ കഴിയാത്തതുമുണ്ട്. നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നതും ഉൾക്കൊള്ളാൻ കഴിയാത്തതും ഖുർആനിലുണ്ട്. ആ ഉൾക്കൊള്ളാൻ കഴിയാത്തതിനെയും സമ്പൂർണ്ണമായി വിശ്വസിക്കുക എന്നുള്ളതാണ് ഒരു വിശ്വാസിയുടെ കടമ. അപ്പോഴല്ലേ വിശ്വാസം എന്ന് പറയുള്ളൂ. എല്ലാം എനിക്ക് മനസ്സിലായെങ്കിൽ മാത്രമേ ഞാൻ വിശ്വസിക്കൂ എന്ന് പറയുന്നതിൽ അർത്ഥമില്ലല്ലോ. ചില കാര്യങ്ങൾ എനിക്ക് മനസ്സിലായില്ലെങ്കിലും എനിക്കത് ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ലെങ്കിലും ഞാനത് വിശ്വസിക്കുന്നു എന്ന് നമ്മൾ പറയുമ്പോഴാണ് നമ്മൾ യഥാർത്ഥ വിശ്വാസിയാവുക. ഏതായാലും സൂറത്തുൽ ബഖറയുടെ തുടക്കത്തിലുള്ള അലിഫ് ലാം മീം എന്ന് പറയുന്ന അവിടെ ഏകദേശം 30ഓളം വിശദീകരണങ്ങൾ പണ്ഡിതന്മാർ കൊടുത്തതായി കാണാൻ കഴിയും. ആ വിശദീകരണങ്ങളെക്കാൾ ഏറെ മികച്ചു നിൽക്കുന്നത് നമ്മുടെ കിതാബിൽ നമ്മുടെ മുസന്നിഫ് പറഞ്ഞിട്ടുള്ള ഈ വിശദീകരണമാണ്. എന്താണത്? അല്ലാഹു അഅലമു
അള്ളാഹുവാണ് ഏറ്റവും അറിയുന്നവൻ. ബി മുറാദിഹി, അള്ളാഹുവിൻ്റെ മുറാദ് കൊണ്ട്, അള്ളാഹുവിൻ്റെ ഉദ്ദേശം കൊണ്ട്. മുറാദ് എന്ന് പറഞ്ഞ ഉദ്ദേശം. യാസീൻ എന്ന് പറയുന്നതിലൂടെ അള്ളാഹു ഉദ്ദേശിച്ച കാര്യം എന്താണ് എന്ന് ഏറ്റവും അറിയുന്നവൻ ആരാണ്? അള്ളാഹുവാണ്. ബിഹി, ആ യാസീൻ കൊണ്ട്. അള്ളാഹു അഅലമു, അള്ളാഹുവാണ് ഏറ്റവും അറിയുന്നവൻ. ബി മുറാദിഹി, അള്ളാഹുവിൻ്റെ ഉദ്ദേശം കൊണ്ട്. ബിഹി, ആ യാസീൻ എന്ന വാക്കുകൊണ്ട്. യാസീൻ എന്ന വാക്കുകൊണ്ട് അള്ളാഹു എന്താണോ ഉദ്ദേശിച്ചത് ആ കാര്യം അള്ളാഹുവാണ് ഏറ്റവും കൂടുതൽ അറിയുന്നവൻ. അതുകൊണ്ട് തന്നെ നമ്മൾ ആ വിഷയത്തിൽ കൂടുതലായിട്ട് ചർച്ച ചെയ്ത് സമയം കളയേണ്ട ആവശ്യമില്ല. വൽ ഖുർആനിൽ ഹകീം, ഹകീമായ ഖുർആൻ തന്നെയാണ് സത്യം. ഖുർആനിനെ കൊണ്ട് അള്ളാഹു സത്യം ചെയ്യുകയാണ് ഇവിടെ ചെയ്യുന്നത്. ഹക്കീം എന്ന് പറഞ്ഞാൽ എന്താണ്? അൽ മുഹ്കം, ഉറപ്പുള്ളത്, സ്ഥിരമായത്, ഇളകാത്തത് എന്നൊക്കെയാണ് അർത്ഥം. ഏത് സംശയങ്ങളുടെ മുമ്പിലും ഏത് ആരോപണങ്ങളുടെ മുമ്പിം ഒരിക്കലും തിരുത്തപ്പെടാതെ, എത്ര കാലങ്ങൾ കഴിഞ്ഞു പോയാലും മാറ്റി തിരുത്തലുകൾക്ക് വിധേയമാവാതെ സമ്പൂർണ്ണമായ ഉറപ്പോടുകൂടി നിലകൊള്ളുന്ന വിശുദ്ധമായ ഗ്രന്ഥത്തെയാണ് അള്ളാഹു ഇവിടെ സത്യം ചെയ്യുന്നത്. വൽ ഖുർആനിൽ ഹക്കീം, സ്ഥിരതയുള്ള ഉറപ്പുള്ള ഖുർആൻ തന്നെയാണ് സത്യം. എങ്ങനെയാണ് ഖുർആൻ ഹക്കീമായത്? ബി അജീബിൻ നളുമി, അതിൻ്റെ സ്ട്രക്ചർ. നളുമ് എന്ന് പറഞ്ഞാൽ സ്ട്രക്ചർ. നമ്മളൊരു സെൻറ്റൻസ് പറയുമ്പോൾ അതിനൊരു സ്ട്രക്ചർ ഉണ്ടാവില്ല. നിങ്ങൾ ഗ്രാമറിൽ മറ്റൊക്കെ പഠിച്ചിട്ടുണ്ടാവും. ഖുർആൻ്റെ സ്ട്രക്ചറിൻ്റെ അത്ഭുതം കൊണ്ട്. സ്ട്രക്ചർ എന്ന് പറയുമ്പോൾ നിങ്ങൾ രോഗിയെ തള്ളിക്കൊണ്ടുപോകുന്ന സ്ട്രക്ചർ അല്ല കേട്ടോ, സ്ട്രക്ചർ. അതിൻ്റെ കോർവ എന്ന് വേണമെങ്കിൽ മലയാളത്തിൽ പറയാം. സെൻറ്റൻസുകളുടെ ആ ഒരു രീതി. ബി അജീബിൻ നളുമി, ഖുർആൻ്റെ സ്ട്രക്ചറിൻ്റെ അത്ഭുതം കൊണ്ടാണ് ഖുർആൻ ഹക്കീമായത്. കാരണം ഖുർആൻ പോലെയുള്ള ഒരു ഗ്രന്ഥം അന്ന് മക്കത്തുണ്ടായിരുന്ന സാഹിത്യ സാമ്രാട്ടുകളായിരുന്ന ആളുകൾക്ക് പോലും കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടില്ല. അതാണ് ഖുർആൻ്റെ അത്ഭുതം. വ ബദീഉൽ മആനി, അതിശയിപ്പിക്കുന്ന അർത്ഥവും അത്ഭുതപ്പെടുത്തുന്ന സ്ട്രക്ചറും അടങ്ങിയതാണ് പരിശുദ്ധ ഖുർആൻ. അതുകൊണ്ടാണ് ഖുർആൻ ഹക്കീമായ, സ്ഥിരതയുള്ള, ഉറപ്പുള്ള ഗ്രന്ഥമായി മാറിയത്. നോക്കൂ, ഖുർആനിനെ സത്യം ചെയ്തുകൊണ്ട് അള്ളാഹു എന്താണ് ഇനി പറയാൻ പോണത്? ഖുർആനാണ് സത്യം എന്ന് പറഞ്ഞിട്ട് അള്ളാഹു പറയുന്നത് ഇന്നക ലമിനൽ മുർസലീൻ. ഇന്നക യാ മുഹമ്മദ്, അല്ലയോ മുഹമ്മദ് നബിയെ, തീർച്ചയായും അങ്ങ്, ഇന്നക തീർച്ചയായും അങ്ങ്, ലമിനൽ മുർസലീൻ ഉറപ്പായും അങ്ങ് മുർസലീങ്ങളിൽ പെട്ടവർ തന്നെയാണ്. ഇവിടെ രണ്ട് കാര്യങ്ങൾ അല്ലാഹു പറഞ്ഞു. ഒന്ന് ഇന്ന, ഇന്ന നമുക്കറിയാം തീർച്ചയായും എന്നാണല്ലോ അർത്ഥം. അതുപോലെ ലാം, ലമിന, ലമിന, ആ ലാമും തീർച്ചയായും എന്ന അർത്ഥത്തിലാണ് വരുന്നത്. അപ്പോൾ ഇവിടെ തീർച്ചയായും എന്ന് പറയാൻ വേണ്ടി രണ്ട് കാര്യങ്ങൾ അല്ലാഹു പറഞ്ഞു. ഒന്ന് ഇന്നയും ലാമും. അത്രയും ഉറപ്പിച്ചിട്ട് അള്ളാഹു എന്തിനാണ് നബി തങ്ങളുടെ നുബൂവത്തിനെ കുറിച്ച് പറയുന്നത്? ആ നുബൂവത്തിൻ്റെ വിഷയത്തിൽ സംശയത്തിന് യാതൊരു പ്രസക്തിയുമില്ല, ആർക്കും നിഷേധിക്കാൻ സാധ്യമല്ല. ഇനി ആരെങ്കിലും നിഷേധിക്കുന്നുണ്ടെങ്കിൽ അവരോട് സമ്പൂർണ്ണമായി മറുപടി പറയാൻ വേണ്ടിയാണ് അള്ളാഹു അത്രയും ശക്തിയോടുകൂടി തന്നെ ഇന്നക തീർച്ചയായും അങ്ങ് ലമിനൽ മുർസലീൻ ഉറപ്പായും അങ്ങ് മുർസലീങ്ങളിൽ പെട്ടവർ തന്നെയാണ് എന്ന് പറയാൻ കാരണം. അലാ സിറാത്തിൻ മുസ്തഖീം, അങ്ങ് തീർച്ചയായും നേരായ മാർഗത്തിൽ തന്നെയാണ്. അങ്ങക്ക് പിഴച്ചിട്ടില്ല. അങ്ങ് പറയുന്നത് ഒരിക്കലും അസത്യമല്ല. അങ്ങ് പറയുന്നത് ഒരിക്കലും കളവല്ല. അങ്ങ് നേരായ മാർഗത്തിൽ തന്നെയാണ്. അള്ളാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറയുകയാണ്. അപ്പം നിങ്ങൾക്ക് സ്വാഭാവികമായിട്ടൊരു സംശയം ഉണ്ടാവും, എന്തിനായിരിക്കും അള്ളാഹു അങ്ങനെ പറയുന്നത്? തീർച്ചയായും നബിയെ നിങ്ങൾ മുർസലിങ്ങളിൽ പെട്ടവർ തന്നെയാണ് എന്ന് നബി തങ്ങൾക്ക് സംശയമുള്ളത് കൊണ്ട് ആ സംശയം തീർത്തു കൊടുക്കാനാണോ? ഒരിക്കലുമല്ല. അത് നബി തങ്ങളെ സമാധാനിപ്പിക്കാൻ വേണ്ടി പറയുകയാണ്. അതായത് അള്ളാഹുവിൻ്റെ ഹബീബ് എത്രയോ കഷ്ടപ്പെട്ട് ജനങ്ങൾക്ക് ഇസ്ലാമിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കുന്നു. പക്ഷേ എത്രയോ ജനങ്ങൾ അത് അംഗീകരിക്കാതെ വിശ്വസിക്കാതെ നബി തങ്ങളെ കളവാക്കുന്നു. ആ സമയത്ത് അള്ളാഹുവിൻ്റെ ഹബീബിന് മനസ്സിൽ ശക്തമായ പ്രയാസവും ദുഃഖവും. എന്തിന്? തന്നെ അംഗീകരിക്കാത്തതിൻ്റെ വിഷയത്തിലല്ല,
താൻ ഒരു പ്രവാചകനാണ് എന്ന് അംഗീകരിക്കാത്തതിൻ്റെ പേരിൽ തൻ്റെ ജനത നരകത്തിൽ പോകുന്നതിനെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ ഹബീബിന് വളരെ പ്രയാസം. അപ്പോൾ ഇത്രയൊക്കെ കഷ്ടപ്പെട്ടിട്ടും ഈ ജനത ഇത് അംഗീകരിക്കുന്നില്ലല്ലോ എന്നുള്ള നബി തങ്ങളുടെ ആ വിഷമം, ആ ഒരു ദുഃഖം, അത് അള്ളാഹു കാണുകയും ആ വിഷമത്തിൽ നബി തങ്ങളെ സമാധാനിപ്പിക്കുകയും ചെയ്യാൻ വേണ്ടിയാണ് നബിയെ ആരംഗീകരിച്ചില്ലെങ്കിലും അങ്ങ് നബി തന്നെയാണ്, അതിൽ യാതൊരു സംശയവുമില്ല. അങ്ങനെ നബി തങ്ങളെ സമാധാനിപ്പിക്കാൻ വേണ്ടി അള്ളാഹു പറയുന്ന വാക്കുകളാണ് ഇത് എന്ന് നമുക്ക് കാണാൻ കഴിയും. ഏതായാലും അലാ സിറാത്തി മുസ്തഖീം എന്നുള്ളതിൻ്റെ ആ വിശദീകരണം ഒന്ന് നോക്കൂ. അതായത് ത്വരീഖിൽ അംബിയാ ഖബ്ലക്, അങ്ങയുടെ മുമ്പ് കഴിഞ്ഞുപോയ അംബിയാക്കളുടെ മാർഗത്തിൽ തന്നെയാണ് അങ്ങുള്ളത്. ഇനിയാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു വിഷയം വരുന്നത്. വത്തഅക്കീദു, ഇവിടെ തഅക്കീദ് കൊടുത്തത്. തഅക്കീദ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നിങ്ങൾക്കറിയോ? തഅക്കീദ് ഒരു കാര്യത്തെ ശക്തി കൂട്ടി പറയാം. ഉദാഹരണം, ഫാത്തിമ ഉറങ്ങുകയാണ് എന്ന് പറഞ്ഞാൽ അതൊരു സാധാരണ വാക്ക്. എന്നാൽ ഉറപ്പായിട്ടും ഫാത്തിമ ഉറങ്ങുകയാണ്, അല്ലെങ്കിൽ തീർച്ചയായും ഫാത്തിമ ക്ലാസ്സിൽ ഉറങ്ങുകയാണ് എന്ന് പറയുമ്പോൾ ഒരു തഅക്കീദ് അവിടെ വരുന്നുണ്ട്, ഒരു ഉറപ്പ് അവിടെ വരുന്നുണ്ട്. അതിനെയാണ് തഅക്കീദ് എന്ന് പറയാം. വത്തഅക്കീദു, ഇവിടെ തഅക്കീദ് കൊടുത്തിരിക്കുന്നു ബിൽ ഖസമി, സത്യം ചെയ്തുകൊണ്ട്. എവിടെയാ സത്യം ചെയ്തത്? ഒന്ന് നോക്കൂ കിതാബിൽ, ബാക്കോട്ടൊന്ന് കണ്ണോടിച്ച് നോക്കൂ. എവിടെയാ സത്യം ചെയ്തിട്ടുള്ളത്? യെസ്, വൽ ഖുർആനിൽ ഹക്കീം, അല്ലേ? ഖുർആനാണ് സത്യം. അതുപോലെ വ ഇന്ന കൊണ്ടും ഇവിടെ തഅക്കീദ് ചെയ്തിരിക്കുന്നു. വല്ലാമി, ലാമ് കൊണ്ടും തഅക്കീദ് ചെയ്തിരിക്കുന്നു. ലമിനൽ മുർസലിൻ എന്ന് പറയുന്ന ലാമ്. അതുപോലെ വൽ ജുംലത്തിൽ ഇസ്മിയ, ഇസ്മിയായ ജുംല കൊണ്ടും ഇവിടെ തഅക്കീദ് ചെയ്തിരിക്കുന്നു. എവിടെയാ ഇസ്മിയായ ജുംല ഉള്ളത്? ലമിനൽ മുർസലീൻ, മിനൽ മുർസലീൻ, അത് ഇസ്മിയായ ഒരു ജുംലയാണ്. മിനൽ മുർസലീൻ, മുർസലീങ്ങളിൽ പെട്ടവരാണ്. നിങ്ങൾ ഇസ്മിയായ ജുംലയും ഫിയാലിയായ ജുംലയും ഒക്കെ പഠിച്ചിട്ടുള്ളവരാണ്. മുബ്തദയും ഖബറും ഉള്ളതാണല്ലോ ഇസ്മിയായ ജുംല എന്ന് പറയുന്നത്. ലമിനൽ മുർസലീൻ, അത് ഇസ്മിയായ ഒരു ജുംലയാണ്. അപ്പോൾ ഇവിടെ തഅക്കീദിന് വേണ്ടി 4 കാര്യങ്ങളാണ് കൊണ്ടുവന്നിരിക്കുന്നത്. ഒന്ന് സത്യം ചെയ്യൽ, മറ്റൊന്ന് ഇന്ന, മറ്റൊന്ന് ലാമ്, നാലാമത്തത് ഇസ്മിയായ ജുംല. ഇങ്ങനെയൊക്കെ 4 സ്റ്റേജുകൾ ഉപയോഗിച്ചുകൊണ്ട് തഅക്കീദ് ചെയ്യാൻ കാരണം ലിറദ്ദി ഖൗലിൽ കുഫാർ, കാഫിരീങ്ങളുടെ വാക്കിന് മറുപടി പറയാനാണ് ഇത്രയും തഅക്കീദുകൾ ഇവിടെ കൊണ്ടുവന്നത്. എന്താണ് വാക്ക്? ലഹു, നബി തങ്ങളോടുള്ള വാക്ക്. എന്താണ് വാക്ക്? ലസ്ത മുർസല, താങ്കൾ നബിയല്ല, താങ്കൾ മുർസലല്ല എന്നുള്ള കാഫിരീങ്ങളുടെ ആരോപണത്തിന് മറുപടി കൊടുക്കാൻ വേണ്ടിയാണ് അള്ളാഹു 4 തഅക്കീദുകൾ ഉപയോഗിച്ചുകൊണ്ട് ഈ വാക്ക് പറഞ്ഞത് എന്ന് നമ്മൾ ഇവിടെ നിന്ന് മനസ്സിലാക്കുകയാണ്. അപ്പോൾ പരിശുദ്ധമായ സൂറത്തു യാസീനിൻ്റെ 1 മുതൽ 4 വരെയുള്ള ആയത്തുകളാണ് നമ്മളിപ്പോൾ പഠിച്ചത്. യാസീൻ വൽ ഖുർആനിൽ ഹകീം ഇന്നക ലമിനൽ മുർസലീൻ അലാ സിറാത്തിൻ മുസ്തഖീം. ഇത്രയും ആയത്തുകൾ അല്ലേ? ഇനി ഈ ആയത്തിലുള്ള തജ്വീദിൻ്റെ നിയമങ്ങൾ നമുക്കൊന്ന് പരിശോധിക്കാം. തജ്വീദിൻ്റെ നിയമങ്ങൾ നിങ്ങൾ കഴിഞ്ഞ 11 വർഷങ്ങളിലായി നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, അതനുസരിച്ച് ഓതിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ആ നിയമങ്ങൾ അനുസരിച്ച് തന്നെയാണ് ഓതുന്നതും. പക്ഷേ നമ്മൾ മറന്നുപോയിട്ടുണ്ടെങ്കിൽ ഒന്ന് ഓർമ്മപ്പെടുത്താം. ഏറ്റവും പ്രധാനമായി, മാത്രമല്ല ഇത് സൂറത്തു യാസീനാണ്. സൂറത്തു യാസീൻ എല്ലാ തജ്വീദിൻ്റെ തെറ്റുകളും തിരുത്തി ഓതൽ അനിവാര്യവുമാണല്ലോ. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് തജ്വീദുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ നമുക്കൊന്ന് നോക്കാം. ഏറ്റവും പ്രധാനപ്പെട്ടത് യാസീൻ എന്ന് പറയുന്ന ആ വാക്ക്. അവിടെ ചില ആളുകൾ യാ എന്നതിനെ കൂടുതലായിട്ട് നീട്ടാറുണ്ട്. യാസീൻ, അത് പാടില്ല. അവിടെ 2 ഹർക്കത്തിൻ്റെ കതിർ നീട്ടാൻ പാടുള്ളൂ. യാസീൻ, യാസീൻ, അത്രമാത്രം. വൽ ഖുർആനിൽ ഹകീം, ഖുർആൻ. ചില ആളുകൾ ഖുർആൻ ഓതും, ഖുർആൻ. വൽ ഖുർആനിൽ ഹകീം, ഹകീം എന്ന് പറയുമ്പോൾ ചുണ്ടുകൾ ഹകീം കൂടണം. ഇന്നക ലമിനൽ മുർസലീൻ, ഇന്നക, അവിടെ നൂനിന് ശബ്ദ ആയതുകൊണ്ട് മണിക്കൽ നിർബന്ധമാണ് എന്ന് നമുക്കറിയാം.
ലമിനൽ മുർസലീൻ എന്ന് പറയുന്ന ആ മദ്, മുർസലീൻ, അവിടെയും ആരിളായ മദ്ദാണ്. അതുപോലെ മുർസലീൻ എന്നുള്ള നൂനെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതുപോലെ അലാ സിറാത്തിൻ മുസ്തഖീം, സിറാത്തിൻ മുസ്തഖീം, അവിടെ തൻവീനിന് ശേഷം മീമാണ് വന്നിട്ടുള്ളത് എന്ന് നമുക്കറിയാം. അത് ഇദ്ഗാമുൻ, ഏത് ഇദ്ഗാമാണത്? അത് ഏത് ഇദ്ഗാമാണ്? ഇദ്ഗാമുൻ ബിഗുന്ന അല്ലേ? നൂന്, വാവ്, മീമ്, യാ, ഈ 4 അക്ഷരങ്ങളാണല്ലോ ഇദ്ഗാമിൻ്റെ അക്ഷരങ്ങൾ. ഇദ്ഗാമും ബിഗുന്നയാണ്. സിറാത്തിൻ മുസ്തഖീം എന്ന് പറയുമ്പോഴുള്ള അവസാനത്തെ മീമും നമ്മൾ ശ്രദ്ധിക്കണം. അപ്പോൾ ഇത്രയും പറഞ്ഞതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഒന്ന്, യാസീൻ എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം അത് അള്ളാഹുവിനാണ് ഏറ്റവും നന്നായി അറിയുക. നമ്മൾ ആ വിഷയത്തിൽ ചർച്ച ചെയ്യേണ്ട കാര്യം ഇല്ല. അടുത്തത്, അള്ളാഹു ഖുർആനിനെ കൊണ്ട് സത്യം ചെയ്യുകയും ഇന്ന എന്നുള്ള തഅ്കീദിൻ്റെ അക്ഷരം കൊണ്ടുവരികയും ലാം എന്ന തഅ്കീദിൻ്റെ അക്ഷരം കൊണ്ടുവരികയും അതോടൊപ്പം ഇസ്മിയായ ജുംല ഇവിടെ കൊണ്ടുവരികയും ചെയ്തു. അങ്ങനെ 4 സ്റ്റേജിലുള്ള തഅ്കീദുകളാണ് നബിതങ്ങൾ യഥാർത്ഥ പ്രവാചകനാണ് എന്ന് സൂചിപ്പിക്കുവാൻ അള്ളാഹു ഇവിടെ കൊണ്ടുവന്നിട്ടുള്ളത്. അത് മുഹമ്മദെ താങ്കൾ പ്രവാചകനല്ല എന്നുള്ള മക്കക്കാരുടെ ആരോപണത്തിന് മറുപടിയായിട്ടാണ്. അത്രയും തഅ്കീദുകൾ ഉപയോഗിച്ച് ശക്തമായ ഭാഷയിൽ തന്നെ നബിയെ അങ്ങ് മുർസൽ തന്നെയാണ്, അങ്ങ് അള്ളാഹുവിൻ്റെ ദൂതൻ തന്നെയാണ് എന്നുള്ള വിഷയം അള്ളാഹു ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഇനി നമുക്ക് ഈ ക്ലാസ്സിൽ നമ്മൾ പഠിച്ച പ്രധാനപ്പെട്ട വാക്കുകളെ ഒന്നുകൂടി ഓർത്തെടുക്കാം. ഒന്ന് മുറാദ്. മുറാദ് എന്ന് പറഞ്ഞാൽ ഉദ്ദേശം. മുറാദ് എന്നതിൻ്റെ ഉദ്ദേശം എന്താണ്? ഉദ്ദേശ്യം. അതുപോലെ ഹക്കീം. ഹക്കീം എന്ന് പറഞ്ഞാൽ ഉറപ്പുള്ളത്. മുഹ്കം എന്ന് പറഞ്ഞാലും ഹക്കീമിൻ്റെ അതേ അർത്ഥമാണ്, സ്ഥിരതയുള്ള. അജീബ് എന്ന് പറഞ്ഞാൽ അത്ഭുതകരമായ. നൾമ് എന്ന് പറഞ്ഞാൽ സ്ട്രക്ചർ, കോർവ എന്ന് മലയാളത്തിൽ പറയാം. ബദീഅ എന്ന് പറഞ്ഞാലും അജീബ് എന്ന് പറഞ്ഞാലും ഏകദേശം ഒരേ മീനിങ് ആണ്, അത്ഭുതകരമായ, അതിശയകരമായ എന്നൊക്കെയാണ് അർത്ഥം. അതുകൊണ്ട് നാളെ നിങ്ങൾ വരുന്ന സമയത്ത് ഈ വാക്കുകൾ നിങ്ങൾ അർത്ഥസഹിതം നിങ്ങൾ ഇന്നലെ എഴുതിയ നോട്ടിൻ്റെ ബാക്കി ഭാഗത്ത് നിങ്ങൾ എഴുതിയിട്ട് ഇൻഷാ അല്ലാഹ് വരണം. അതുപോലെ ജുംല ഇസ്മിയ എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് നിങ്ങൾ നേരത്തെ പഠിച്ചിട്ടുണ്ടാകും. മാത്രമല്ല ജുംല ഇസ്മിയെക്കുറിച്ച് നമുക്കൊരു വിശദീകരണം ഇവിടെ വരികയും ചെയ്തു, ഒരു ചർച്ച ഇവിടെ വരികയും ചെയ്തു. അതുകൊണ്ട് ആ വിഷയം എന്താണ് എന്ന് ഒന്നുകൂടെ ഓർമ്മിക്കാൻ വേണ്ടി നാളെ നിങ്ങൾ ക്ലാസ്സിലേക്ക് വരുന്ന സമയത്ത് 5 ജുംല ഇസ്മിയകൾ നിങ്ങൾ എഴുതി കൊണ്ടുവരണം. ഇപ്പോൾ ഞാനിത് പറയുന്നത് കേൾക്കുമ്പോൾ ചില കുട്ടികൾക്ക് തോന്നും ഇതൊക്കെയാണ് ഇപ്പോൾ ഞങ്ങളോട് പറയാനുള്ളത്, ഒക്കെ വളരെ ചെറിയ ക്ലാസ്സിലുള്ള കുട്ടികളോട് പറയുന്നതല്ലേ. പക്ഷേ നമ്മളിപ്പോൾ 2-3 മാസമായി മദ്രസയും മറ്റു കാര്യങ്ങളൊന്നും ഇല്ലാതെ അതുമായിട്ടുള്ള ബന്ധം നമുക്ക് വിട്ടുപോയിരിക്കുകയാണ്. അതുകൊണ്ട് ആ ഒരു ബന്ധം നിലനിർത്താനും ആ മറന്നുപോയ കാര്യങ്ങളെ ഓർമ്മപ്പെടുത്താനും വേണ്ടിയാണ് ഞാനിങ്ങനെ ഒരു വിഷയം നിങ്ങളോട് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഒരു 5 ഇസ്മിയായ ജുംലകൾ നിങ്ങൾ നാളെ വരുമ്പോഴേക്ക് എഴുതിയിട്ട് കൊണ്ടുവരാം. അതുപോലെ യാസീൻ എന്ന സൂറത്തിൻ്റെ പ്രത്യേകതയായി നമ്മൾ അതിൻ്റെ ആദ്യത്തെ ആയത്തിനെ കുറിച്ച് പറഞ്ഞു. യാസീൻ 2 അക്ഷരം കൊണ്ട് തുടങ്ങിയ സൂറത്താണ്. അതുപോലെ പരിശുദ്ധമായ ഖുർആനിൽ അക്ഷരങ്ങളെ കൊണ്ട് തുടങ്ങിയ, മുറിഞ്ഞ് കിടക്കുന്ന അക്ഷരങ്ങളെ കൊണ്ട് തുടങ്ങിയ ഒരുപാട് സൂറത്തുകളുണ്ട്. അലിഫ് ലാം മീം കാഫ് ഹാ യ ഐൻ സ്വാദ്. ഒരക്ഷരം കൊണ്ട് തുടങ്ങിയതുണ്ട്, 2 അക്ഷരങ്ങളെ കൊണ്ട് തുടങ്ങിയതുണ്ട്. ഒരക്ഷരം കൊണ്ട് തുടങ്ങിയതിൻ്റെ ഉദാഹരണമാണ് ഖാഫ്. അതുപോലെ നൂൻ തുടങ്ങിയവ. 2 അക്ഷരം കൊണ്ട് തുടങ്ങിയവയുമുണ്ട്. 3 അക്ഷരം കൊണ്ട് തുടങ്ങിയതിൻ്റെ ഉദാഹരണമാണ് അലിഫ് ലാം മീം, അലിഫ് ലാം റ തുടങ്ങിയവ. 4 അക്ഷരം കൊണ്ട് തുടങ്ങിയവയുമുണ്ട്, അലിഫ് ലാം മീം റ. അങ്ങനെയുള്ള സൂറത്തുകളിലൊക്കെ നമുക്ക് കാണാൻ കഴിയും. ഈ കൂട്ടത്തിൽ 2 അക്ഷരങ്ങളെ കൊണ്ട് തുടങ്ങിയ 5 സൂറത്തുകൾ നിങ്ങൾ ഖുർആനിൽ നിന്ന് കണ്ടെത്തിയിട്ട് നാളെ നിങ്ങളൊന്ന് ആ സൂറത്തുകളുടെ പേരുകളൊന്ന് എഴുതിയിട്ട് ഇൻഷാ അല്ലാഹ് നാളെ നിങ്ങൾ കൊണ്ടുവരണം. അതുപോലെ നമ്മൾ ഇന്ന് പഠിച്ചതും ഇന്നലെ പഠിച്ചതുമായ കാര്യങ്ങളൊക്കെ നാളേക്ക് നോക്കിയിട്ട് നിങ്ങൾ വരണം ഇൻഷാ അല്ലാഹ്. അള്ളാഹു ഇനിയും കൂടുതലായി സൂറത്തുകളെക്കുറിച്ചും ഖുർആനെക്കുറിച്ചൊക്കെ കൂടുതലായിട്ട് പഠിക്കുവാൻ അള്ളാഹു നമുക്കൊക്കെ അവസരം തരട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. സല്ലല്ലാഹു അലാ മുഹമ്മദ്
സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലിം.